രശ്മി ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും 81ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവവും ഫെബ്രുവരി 6 മുതൽ 8 വരെ മലപ്പുറം കോട്ടപ്പടി എസ്പെറോ ഹോട്ടൽ ഹാളിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് സംവിധായകനും നടനുമായ മധുപാൽ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. 81ാം രാജ്യാന്തര ചലച്ചിത്രോത്സവവും അതുപോലെ 50ാം വാർഷിക സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവുമാണ് 6-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടപ്പടി എസ്പെറോ ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. ഒരു സന്തോഷമുള്ളത്, ഇന്ത്യയിൽ ഒരുപക്ഷെ 50 വർഷം പിന്നിട്ട ഒരു ഫിലിം സൊസൈറ്റി തുടങ്ങിയ 75 തൊട്ട് ഇന്ന് വരെ അത് സജീവമായി നിലനിൽക്കുന്നു. അത് മലപ്പുറത്തെ ജനങ്ങളുടെ കലയോടും സാഹിത്യത്തോടും ചലച്ചിത്രത്തോടുമുള്ള ആഭിമുഖ്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എങ്കിൽ പോലും ആളുകൾക്ക് ആ താല്പര്യം ഉള്ളത് കൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ 81ാം ചലച്ചിത്രോത്സവമാണ്. സർക്കാർ ഇപ്പോൾ നടത്തിയത് 30ാമത്തെയാണ്. നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഒന്നിലധികം ഫെസ്റ്റിവലുകൾ നടത്തിക്കൊണ്ടാണ് ഇത് 81ൽ. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് സിഗ്നേച്ചർ ഫിലിം പ്രകാശനം ചെയ്യും. പി ഉബൈദുള്ള എം.എൽ.എ ചലച്ചിത്രോത്സവ പതിപ്പ് ഉണ്ണികൃഷ്ണൻ ആവളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കും. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ഷാജി എൻ കരുൺ പുരസ്കാരം മലയാള സർവകലാശാല വി.സി. ഡോക്ടർ സി.ആർ. പ്രസാദ് സമ്മാനിക്കും. ഡോക്ടർ കെ.എസ്. അനിൽകുമാർ, ഡോക്ടർ ജി. രശ്മി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മലപ്പുറം ദേശം സിനിമ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കും. സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ ഡോക്ടർ എസ്. ഗോപു, ജി. കെ. രാമോഹൻ, ആശ കല്ലുവളപ്പിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ പ്രദർശിപ്പിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ വിവിധ വിദേശ സിനിമകളും മലയാള സിനിമകളും പ്രദർശിപ്പിക്കും. 2ാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് 5-ന് മെഹഫിൽ മാപ്പിള കലാ അക്കാദമി അവതരിപ്പിക്കുന്ന ഗസൽ പൂക്കൾ അരങ്ങേറും. ഫെബ്രുവരി 8-ന് വൈകുന്നേരം 5:30-ന് നടക്കുന്ന സമാപന സമ്മേളനം സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ ഉദ്ഘാടനം ചെയ്യും. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യ പാസുകൾ വഴി നിയന്ത്രിക്കും. വാർത്താ സമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു, അനിൽ കുറുപ്പൻ, അഡ്വക്കേറ്റ് വി.എം. സുരേഷ് കുമാർ, ഖാലിദ് വി, ഹനീഫ് രാജാജി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.